കാരണം എനിക്ക് ഭയങ്കര ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ് ഇപ്പോഴും. എനിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒരു സഭാകമ്പം അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇപ്പോഴും വരാറുണ്ട് ഉള്ളിൽ. അപ്പോൾ അന്ന് ഒട്ടുമില്ല, ഇന്ന് പിന്നെയും കുറച്ചെങ്കിലും ഉണ്ടെന്ന് പറയാം. ഫേസ് ചെയ്ത് അങ്ങനെ. അപ്പോൾ ആ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് ഈ പറയുന്നുള്ള ഈ സ്റ്റാർ ഹണ്ട് പോലത്തെ റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ബെഞ്ചിൽ ഒരു ദിവസം ജസ്റ്റിൻ്റെ കോൾ വരികയാണ്. അപ്പോൾ ജസ്റ്റിൻ വിളിച്ചിട്ട് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട് അതിനകത്ത്, കുറച്ചുള്ളൂ വന്നിട്ടിങ്ങനെ അവരടിക്കാൻ പോകുന്നു, എന്നിട്ട് ഇടി കൊണ്ട് പോരുന്ന പരിപാടിയാണെന്നു. ഓക്കെ ആണ് ഞാൻ പിന്നെ എൻ്റെ ഓക്കെ ആണെന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു അതിന് മുമ്പ് എന്ത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നല്ല കട്ട മീശ വെച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ വീട്ടിൽ. അപ്പോൾ ഒരു ദിവസം ഞാൻ കണ്ണാടിയൊക്കെ നോക്കിയാണ് മീശ കുറച്ചും കൂടി യങ്ങായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് മീശയും കൂടി അങ്ങ് പഠിച്ച് കളഞ്ഞിരിക്കുന്ന സമയത്താണ് അവൻ വിളിക്കുന്ന ചേട്ടൻ്റെ റോള്. എന്നിട്ട് ഞാൻ മീശയൊക്കെ പഠിച്ച് മറ്റേ പുത്തൻ കലമായിട്ടാണ് പോയെന്നും മറ്റേ ഭീഷണിയൊക്കെ. അതിനകത്ത് എൻ്റെ വോയിസ് യൂസ് ചെയ്താണ് വേറെ ആരല്ലോ, എൻ്റെ വോയിസ് അല്ല അതിനകത്തുള്ളത്. അതും കോമഡിയാണ്. അപ്പോൾ അത് അന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ദിവസം പോയി ഫൈറ്റും പരിപാടികൾ, ഇടി കൊള്ളുന്ന പരിപാടികളൊക്കെ. ആദ്യം ഞാൻ ഇടി കൊണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അതെ, ഇടി കൊടുക്കാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ആദിയിലാണ് എനിക്ക് ചെറിയൊരു പഞ്ചും കാര്യങ്ങളൊക്കെ, ചെറിയൊരു ഫൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്ന ആദിയിലാണ്. കൂട്ടുകാരനെ തന്നെ ഇടിക്കാൻ പറ്റും. അവൻ ഞാൻ ഓങ്ങി വെച്ചേക്കായിരുന്നു ഞാൻ ഷറഫിന് കുറേ നാളായിട്ട് ഓങ്ങി വെച്ചേക്കായിരുന്നു. അത് ഞാൻ ആദിയിൽ കൊടുത്തു തീർത്തു. ഞങ്ങളെപ്പോഴും ഭയങ്കര പോട്ടിയാണ്, ഞങ്ങളെപ്പോഴും അങ്ങനെ. അത് നല്ല സൗഹൃദപരമായിട്ടുള്ള ഇത്, ഹെൽത്തി ആയിട്ടുള്ള ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഇതുണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോഴും ശത്രുക്കളുടെ പോലെ കൂട്ടത്തിലെല്ലാവരും പറയുമായിരുന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, ആദിയിലാണ് അവനെ നല്ല ഇടി ഇടിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതാണ് വരയനിൽ ഫൈറ്റ് ചെയ്യുന്നത്. ആദിയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പോഴും എല്ലാ ആളുകൾക്കും ഒരു പൊതിഞ്ഞ് പിടിച്ചിട്ടുള്ള കൗതുകമാണല്ലോ പ്രണവ് മോഹൻലാൽ. ഈ അതിൽ അഭിനയിക്കുന്ന സമയത്ത് പ്രണവ് മോഹൻലാൽ എന്നുള്ള വ്യക്തിയെ പറ്റിയിട്ട് സിജു മനസ്സിലാക്കിയത് എന്തൊക്കെയായിരുന്നു? അന്ന് പരിചയപ്പെടാനോ ഇന്ററാക്ട് ചെയ്യാനൊക്കെ സാധിക്കുമായിരുന്നു? പിന്നെ ഞങ്ങൾ ഫുൾ ഓൺ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ, ഷറഫ്, അപ്പു എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. സതീഷ് ഏട്ടൻ ക്യാമറ, സതീഷ് കുറുപ്പ്. നമ്മളൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ജില്ലയിലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആണ്. അപ്പൻ്റെ ടാലൻ്റൊന്നും പുറത്തേക്കൊന്നുമില്ല, അവൻ്റെ ടാലൻറ്റുകൾ പുറത്തേക്ക് വരുമ്പോഴാണ്. നല്ലൊരു ഹ്യൂമണാണ് ഫസ്റ്റ് ഓഫ് ഓൾ. എവിടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, അതൊക്കെ അറിയാം. അവൻ അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട്, അവൻ ലോകപൂരുള്ളതുകൊണ്ട് അറിയാം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇത്ര ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇത്രയൊക്കെ ഉള്ളു പരിപാടി എന്നുള്ളതും അവന് വ്യക്തമായിട്ട് അറിയാം. അതാണ് ആ ഒരു സിംപ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ അതായിട്ട് നിൽക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് എൻ്റെ അപ്പൂൻ്റെ ഷൂട്ട് നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ ഷറഫിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള അവൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം. ഇവിടെ റാമോജിയിലാണ് ഷൂട്ട് നടക്കുന്നത്. ഇപ്പം പറഞ്ഞു അപ്പു വന്നിട്ടുണ്ട്, നേരത്തെ കഴിഞ്ഞാണല്ലോ. അപ്പോൾ എനിക്ക് മറ്റേ റോക്ക് ക്ലൈമ്പിങ്ങിന് പോകാം, വൻ്റെ വന്ന് വെച്ച്. ഞാൻ പിന്നെ എന്തേ പോകാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഷോർട്സൊക്കെ ഇട്ട് ഇവൻ ഒരു ബാഗ്, മറ്റേ പരിപാടി പാഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, വീണാൽ ഇത് ചെയ്യാനുള്ള പാഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഒരു ബാഗൊക്കെ ആയിട്ട് പോവാണ്. ഇവൻ മലയും കുന്നും, അതായത് അവിടുത്തെ പാറയും ഇതൊക്കെ കാണും, ഭയങ്കര എന്നെ കൂർത്തിരിക്കുന്നതും. അന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള എഡ്ജസ് ഒന്നുമല്ല, ഭയങ്കര ഷാർപ്പായിട്ടുള്ള, കൊണ്ടു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ ഒരേ പൊളിയും എന്നല്ല, തൊലി അങ്ങ് പോവും, ഫുള്ള് പോവും. അത്രയും ഷാർപ്പായിട്ടുള്ള കരകരപ്പായിട്ടിരിക്കുന്ന സ്പേസാണ്. ഇവൻ ചുമ്മാ ചാടി 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 പോകണം. ഞാനിവിടെ മറ്റേ പിടിച്ച് ചവിട്ടിയൊക്കെയാണ് ഇറങ്ങുന്നത്. അതായത് നമുക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അങ്ങനത്തെ പരിപാടി. എങ്ങാനും വീണ് കഴിഞ്ഞാൽ എന്നുള്ളൊരു പരിപാടിയാണ്. ചുമ്മാ കൂളായിട്ട് ചുമ്മാ ഇങ്ങനെ നടന്ന് പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് അവിടെ നല്ലൊരു പാറ, മറ്റേ CID ഉണ്ണികൃഷ്ണൻ പറയുന്നത് നല്ല കട്ടാന്ന് പറയണമല്ലോ, നല്ലൊരു പാറ, വലിയ പാറ കണ്ടിട്ട് ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ട് മച്ചാനാണ് മറ്റേ താഴെ ബെഡ് പോലത്തെ പരിപാടി ഇട്ട് പൗഡറൊക്കെ ഇട്ട് ഷൂസും പരിപാടിയൊക്കെ ഇട്ടിട്ട് സാധനം പതിയെ പിടിച്ച് ഇങ്ങനെ കയറി തുടങ്ങി. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നേക്കുന്നത് ഞാനാണല്ലോ, ഉത്തരവാദി ഞാനാണല്ലോ. ഇവനെങ്ങാനും വീണ് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി. ഞാൻ ഷറഫിനെ വിളിച്ചിട്ട് ഷൂട്ട് കഴിഞ്ഞോ, ഇല്ല എടാ ഒന്ന് വേഗം അറിയില്ല. അവനിങ്ങനെ കയറി, എനിക്കിത് ആദ്യമായിട്ട് കാണുന്നത്. പുള്ളി കൂളായിട്ട് ഇടയിലൊന്ന് വീണായിരുന്നു, പക്ഷെ ബെഡിലേക്ക് വീണ്. അതവന് പ്രാക്ടീസാണ്, അവൻ അത് യൂസ്ഡാണ് അങ്ങനത്തെ പരിപാടികൾ. വീണു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഷറഫ് വന്നു. ഇതൊക്കെ എനിക്ക് ആശ്വാസകതയുണ്ട്. ഇവൻ കൂളായിട്ട് ചില്ലായിട്ട് വീണു. അവൻ അന്ന് പറയണ്ടായിരുന്നു ഹംപിയിൽ പോകണം, ഹംപിയിൽ പൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ കംപ്ലീറ്റ് പാറകളാണ് അതിൻ്റെ പുറത്ത്. അവൻ റോക്ക് ക്ലൈമ്പിങ്ങും പരിപാടികളും അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലും അവിടെയാണ്. അന്ന് പറയുന്നുണ്ടായിരുന്നു ഹംപിയിൽ പോണ കാര്യം. ഇതൊക്കെ മോഹൻലാലിൻ്റെ മകൻ അങ്ങനെ ഒരു ലേബലിങ്ങേ ഇല്ല അല്ലേ മനുഷ്യന്?
അങ്ങനത്തെ ഇതൊന്നുമില്ല അങ്ങനെ. ബാക്കിയുള്ളവർക്കാണ് അങ്ങനത്തെ പരിപാടികളും കാര്യമുള്ളത്. നമുക്കങ്ങനെ തോന്നിയില്ല അവൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത്. ഭയങ്കര പെട്ടെന്ന് തന്നെ ജെല്ലായി. നല്ല ടാലൻ്റാണ്. നല്ല എന്താ പറയുക, ഗിറ്റാറൊക്കെ വായിക്കും, എന്താ പറയുക, മ്യൂസിക്കിനെ കുറിച്ച് നല്ല ഇതുണ്ട്. അവൻ എഴുതി പാട്ട് കമ്പോസ് ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും പുറത്തേക്കൊന്നും ആർക്കും അറിഞ്ഞിട്ടില്ല. ഫോൺ എടുത്തിട്ടൊരു പരിപാടി കാണിച്ചു. ഐഫോൺ എടുത്തിട്ട് അവൻ വായിൽ ഇങ്ങനെ വെച്ചിട്ട് ലൈക്ക് സൗണ്ട് വരുന്നതിൻ്റെ അവിടുന്ന് ഒരു മ്യൂസിക് ഇട്ടിട്ട് അവൻ വാവ് 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 എന്നുള്ള രീതിയിലുള്ള പരിപാടി കാണിച്ചിരുന്നു. ഞാൻ അത് കണ്ട് എൻ്റെ കൊള്ളാലോ വീഡിയോ എന്നുള്ളൊരു പരിപാടിയായിരുന്നു. ഭയങ്കര അവന് വേറൊരു തരം ടാലൻ്റ് ഉണ്ട്. അവൻ്റെ ആ ടാലൻറ്റുകൾ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ ആരാധകരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഉറപ്പായിട്ടുണ്ട്. ഇനി അവൻ മറ്റേ ചുമ്മാ നടന്നൊന്നും അറിയാതെ ഒരാൾ ക്യാമറയിട്ട് പുറകെ പോയത് പൊളിയാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവൻ പോകുമ്പോൾ ചുമ്മാ അവനറിയാതൊരു ക്യാമറ പുറകെ പോയി കഴിഞ്ഞാൽ അടിപൊളി സാധനങ്ങൾ കിട്ടും. ബേസിക്കലി ട്രാവലറാണല്ലോ, ഒരു ജിപ്സി കൈൻഡ് ഓഫ് പരിപാടിയാണ്. ഇപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു സിനിമ വരാൻ നേരത്ത് എന്തൊക്കെ അതിലുണ്ട് എന്ന് നോക്കുന്നത്? അതായത് വേഷത്തിൻ്റെ വലിപ്പം, ആക്ഷൻ സീൻസ്, പ്രൊഡക്ഷൻ ഹൗസ്, ഇപ്പം എന്തൊക്കെയാണ് സിജു വിൽസൺ നോക്കുന്നത്? ഇപ്പോഴും പണ്ടും നോക്കിക്കൊണ്ടിരുന്ന പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതിപ്പോൾ ഒറ്റ സീനാണെങ്കിലും. ഇപ്പോൾ വരണ ആവശ്യമുണ്ടെന്ന് പറയുന്ന സിനിമ, അതിൽ 2 സീൻസേ വരുന്നുള്ളൂ എനിക്ക്. അത്രേ ഉള്ളൂ പരിപാടി. പക്ഷെ അതിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. മനസ്സിലായോ? അത് നോട്ടീസ് ചെയ്ത പരിപാടിയാണ്. അതെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ. അൽഫോൺസ് എന്നാണ് അതിൻ്റെ അകത്ത് പേര്. വരണ ആവശ്യമുണ്ടിൽ യൂണിഫോം, പോലീസ് യൂണിഫോം ഇട്ട് കണ്ടിട്ടാണ് വിനയൻ സാർ എന്നെ നോട്ട് ചെയ്യുന്നത്. അതായത് യൂണിഫോം ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ബിൽട്ടായിട്ടുള്ള ഒരാൾ ആരാണ് എന്നുള്ള അന്വേഷിച്ചപ്പോഴാണ് ഇന്ന ആളാണെന്ന് മനസ്സിലാവുകയും അങ്ങനെയാണ് സാറ് എന്നെ പറ്റി അന്വേഷിക്കുന്നത്. കാരണം ഓരോ സിനിമകൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നോട്ടീസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നല്ല നല്ല എന്താ പറയുക, പെർഫോം ചെയ്യാനുള്ള നല്ല നല്ല കഥാപാത്രങ്ങളും കാര്യങ്ങളും കിട്ടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആക്ഷൻ ഹീറോകൾ അത്ര കണ്ട് ആരാധിച്ച അച്ഛൻ മകനൊരു ആക്ഷൻ ഹീറോ ആയപ്പോൾ കാണാനില്ല എന്നുള്ളത് എപ്പോഴും ഫീൽ ചെയ്തു? പിന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന നേരം എപ്പോഴും. അതിപ്പോൾ ആക്ഷൻ പടങ്ങളുടെ ഇത് മാത്രമായിട്ടില്ല, മേജർ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയാണ്. കാരണം നമ്മളൊരു 10, 26, 27, 28 വയസ്സാകുന്ന സമയത്തൊക്കെയാണ് അപ്പന്മാരായിട്ട് കൂടുതലും കമ്പനിയാവുക. ഇപ്പോഴത്തെ ഇത് മാറി, ഇപ്പോഴത്തെ ജനറേഷനും കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോഴേ നമ്മളിപ്പോൾ ഞാനൊരു ഫാദറാണ്, അപ്പോൾ ഞാൻ ഇപ്പോഴേ കുട്ടികളുടെ അടുത്ത് ഭയങ്കര ജെല്ലായിട്ട് അങ്ങനെ കമ്പനിയായിട്ടാണ് പോകുന്നത്. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇവനെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി എന്തെങ്കിലും പണിക്ക് വിട്ടിട്ട് വേണം പപ്പയ്ക്കൊന്ന് ആക്ഷൻ പടമൊക്കെ കണ്ടിരുന്ന് റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ല കേട്ടോ പുള്ളി. അങ്ങനത്തെ ഒരു ആളായിരുന്നില്ല. എപ്പോഴും അടിയായിരുന്നു. എനിക്ക് നല്ല കിട്ടിയിട്ടുണ്ട്, നല്ല അടിയിട്ടുണ്ട്, ഒരുപാട് അടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ചെറുപ്പത്തിൽ.